അച്ഛന്റെ പിറന്നാൾ ആഘോഷമാക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് അഭിമന്യുവായിരുന്നു. അതിനായി അഭിമന്യു തന്നെയാണ് നേരത്തെ കേക്കിന് ഓർഡർ കൊടുത്തിരുന്നത്. ഇതുകൂടാതെ അച്ഛനൊരു പുത്തൻ ഷർട്ട് വാങ്ങണമെന്നും അവൻ ആഗ്രഹിച്ചിരുന്നു. ഇതിനായുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ആ കുടുംബത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അഭിമന്യുവിനെ ആകസ്മികമായി മരണം തട്ടിയെടുക്കുന്നത്. ഇന്നലെയായിരുന്നു അച്ഛൻ അനീഷിന്റെ പിറന്നാൾ നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ആഗ്രഹിച്ച പോലെ ആഘോഷപൂർവ്വം പിറന്നാൾ നടക്കേണ്ട ആ വീട്ടിലേക്കെത്തിയത് അഭിമന്യുവിന്റെ ചേതനയറ്റ ശരീരമായിരുന്നു. ഇന്നലെ ഉച്ചയോടെ ചേതനയറ്റ ശരീരം വീട്ടിലേക്കെത്തിയപ്പോൾ ആ വീടും പരിസരവും ആകെ സങ്കടക്കടലായിരുന്നു. മാതാപിതാക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ വലയുകയായിരുന്നു ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം. ഹരിപ്പാട് കരുവാറ്റ പുണർത്തം വീട്ടിൽ അനീഷ് രഞ്ജിനി ദമ്പതികളുടെ മകനായ 14-കാരൻ അഭിമന്യുവിന് കണ്ണീരിൽ കുതിർത്ത യാത്രാമൊഴി നൽകാൻ ഒരു നാട് ഒന്നാകെ ഒഴുകിയെത്തിയ കാഴ്ചയായിരുന്നു അവിടെ കാണാനായത്. കരുവാറ്റ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ട അഭിമന്യുവിന് നിറ കണ്ണുകളോടെയാണ് അന്ത്യോപചാരമർപ്പിച്ചത്. ക്ലാസ്സിലെ സമർത്ഥനായിരുന്ന വിദ്യാർത്ഥിയായിരുന്ന അഭിമന്യുവിന്റെ വിയോഗം താങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അവർക്ക്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. പല്ലന പാലത്തിന് സമീപത്തെ പുഴയിലേക്ക് 2 സംഘങ്ങളിലായി 6 പേരാണ് കുളിക്കാനായി എത്തിയിരുന്നത്. തുടർന്ന് പുഴയിൽ കുളിക്കുന്നതിനിടെ ഒരു സംഘത്തിലുണ്ടായിരുന്ന അഭിമന്യുവിനെയും മറ്റൊരു സംഘത്തിലുണ്ടായിരുന്ന ആൽഫിനെയും കാണാതാവുകയായിരുന്നു. ഇവർ മുങ്ങിത്താഴുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഒപ്പമുണ്ടായിരുന്നവർ കുട്ടികളെ രക്ഷിക്കാനായി ശ്രമിച്ചു. എന്നാൽ ആ ശ്രമം പാഴാവുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. അഭിമന്യുവിനെ കൂടാതെ പുറക്കാട്ട് പഞ്ചായത്ത് പുന്തല ഒറ്റപ്പന ആർദ്രത്തിൽ ആൽഫിൻ ജോയി എന്ന 13-കാരനാണ് മരണപ്പെട്ടത്. ആൽഫിൻ ജോയി നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ താരം കൂടിയാണ്. കൂട്ടുകാർക്കൊപ്പം കരുവാറ്റയിലെ ടർഫിൽ ഫുട്ബോൾ കളിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ആൽഫിൻ ഇറങ്ങിയിരുന്നത്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം കുടുംബത്തിനൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ച ശേഷമാണ് ആൽഫിൻ പുറത്തുപോയത്. ഇത്തരത്തിലുള്ള നിരവധി മരണങ്ങൾ മുൻപും സംഭവിച്ചിട്ടുണ്ടെങ്കിലും യാതൊരുവിധ മുൻകരുതലുകളും നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ എടുക്കുന്നില്ല എന്നത് ഏറെ ആശങ്കയ്ക്കിടയാക്കുന്ന ഒന്നു തന്നെയാണ്. ഇനി വരാൻ പോകുന്നത് അവധിക്കാലമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെക്കാൾ മുതിർന്നവർ തന്നെയാണ് ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.